ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. നമ്മൾ ഇന്ന് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. മക്കളെ, ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഈ വലിയ ടോപ്പിക്കിനെ 3 ചെറിയ ചാപ്റ്ററുകളായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ട്രെയിൻ, മറ്റൊന്ന് ബോട്ട് ആൻഡ് സ്ട്രീം, മൂന്നാമത്തേത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചെറിയൊരു ചാപ്റ്റർ. അപ്പം ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ വലിയ ടോപ്പിക്കിനെ 3 ചെറിയ ചാപ്റ്ററുകളായിട്ട് തിരിച്ചു. ഒന്ന് ട്രെയിന്, ഒന്ന് ബോട്ട് ആൻഡ് സ്ട്രീം, ഒന്ന് ഈ കാണുന്ന ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഇതിൽ ആവറേജ് സ്പീഡ്, അതുപോലെ ഡയറക്റ്റ് സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം കാണാനുള്ള ചോദ്യങ്ങൾ, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ ട്രെയിനാണ്. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു സീരീസ് ആയിട്ട് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞുള്ളത് ബോട്ട് ആൻഡ് സ്ട്രീം ആണ്. അതും സെപ്പറേറ്റ് ഒരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഇത് മൂന്നും ഏത് വലിയ ടോപ്പിക്കിൻ്റെ ഭാഗമാണ്? ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ വലിയ ടോപ്പിക്കിൻ്റെ 3 ചെറിയ ചാപ്റ്ററുകളാണ് ട്രെയിനും ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസും അതുപോലെ ബോട്ട് ആൻഡ് സ്ട്രീമും. അതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ കണക്കുകൾ മാത്രമാണ് ഈ സീരീസിൽ, ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങിയാലോ? യെസ്. അപ്പം ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. ഈ സൈഡിൽ കാണുന്നത് പോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് ചെയ്താൽ മതി, ടെലഗ്രാം എടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. കാരണം നമ്മളിരുന്ന വീഡിയോസ് മിസ്സായി പോവാതെ കറക്റ്റ് ഓർഡറിൽ കിട്ടാൻ വേണ്ടി അതിൽ ജോയിൻ ചെയ്താൽ മതി മക്കളെ. തുടങ്ങിയാലോ? തുടങ്ങാം. ദേ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ കണ്ടോ? ഈ 5 ചോദ്യങ്ങൾ, 2, 4, 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത്. നല്ല നല്ല ചോദ്യങ്ങളാണ്. 2021 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇടത് സൈഡിൽ ആൻസർ മാർക്ക് ചെയ്യാതെ കൊടുത്തിട്ടുണ്ട്. അത് പഠിപ്പിസ്റ്റുകളായ കുട്ടികൾക്ക് ചെയ്തു നോക്കാനാണ്. ഇനി എൻ്റെ പാവം കുട്ടികൾക്ക് ഓരോ എക്സ്പ്ലനേഷൻസ് കണ്ട് വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ചെയ്തു നോക്കുക, സംശയമുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ കാണുക. ഇത് എല്ലാവർക്കും തന്നെ കുറച്ച് സംശയമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറച്ച് നല്ല ചോദ്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ശരി, തുടങ്ങാം ദാസ, തുടങ്ങാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ചോ മക്കളെ, ഇവിടെ നോക്കിക്കോ. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഓക്കെ, 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു എങ്കിൽ 3.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണം എന്നതാണ് ചോദ്യം. 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് വേണമെങ്കിൽ 3.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദ്യം. മക്കളെ, ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ, ഒരു കഷ്ടപ്പാടും ഇല്ല. അതായത് 3.5 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 5 ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതിൽ 5ഉം 5ഉം തട്ടിപ്പോയി, 5 തവണ 3.5 ഇൻറ്റു 5 17.5 17.5 മിനിറ്റ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ഉത്തരം ദേ കിടക്കുന്ന ഓപ്ഷൻ സി ആണ്. ഒന്നുമില്ല, 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ്, 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം? ക്വസ്റ്റ്യൻ മാർക്ക്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പരിപാടി തീർന്നു. രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇത് നല്ലൊരു ചോദ്യം, ശ്രദ്ധിച്ചിരുന്നോണോ അല്ലെങ്കിൽ പണിപാളും. ഓക്കെ, ഒരാൾ എയിൽ നിന്ന്, എ എന്ന സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോവുക? ബി എന്ന സ്ഥലത്തേക്ക് പോവുക അല്ലേ? അയാൾ പോയത് ആദ്യം 30 km/h വേഗതയിലാണ്. ഓക്കെ, എന്നാൽ തിരിച്ച് അയാൾ വന്നത് 50 km/h വേഗതയിലാണ്. യെസ്, തിരിച്ചു വന്നത് 50 km/h വേഗതയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ യാത്രയിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര? ഞാൻ ഒന്നുകൂടെ ചോദ്യം വായിക്കാം. ഒരാൾ എയിൽ നിന്നും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് ബിയിൽ എത്തിച്ചേരുന്നു. തിരികെ ബിയിൽ നിന്ന് എയിലേക്ക് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ എത്തുന്നു. ഈ യാത്രയിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് എത്ര? ഇത് ഒന്നൊന്നര ചോദ്യമാണല്ലോ. ഇത് അങ്ങോട്ട് പോയ വേഗതയുണ്ട്, ഇങ്ങോട്ട് വന്ന വേഗതയുണ്ട്, ശരിയല്ലേ? വേറെ ഒന്നുമില്ല. എത്ര സമയം യാത്രയ്ക്ക് എടുത്തു എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ചോദിച്ചേക്കുവാണ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്. മക്കളെ, ഓപ്ഷനാണ് ഉത്തരത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം, ശ്രദ്ധിച്ച് കേട്ടു.
ടോട്ടൽ ഡിസ്റ്റൻസ്, ഇയാൾ ആകെ സഞ്ചരിച്ച ദൂരം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈം എടുക്കാം അല്ലേ? ഇയാൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, ഇനി എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ഞാൻ ഡി കിലോമീറ്റർ എന്നങ്ങ് അസ്യൂം ചെയ്യുവാണേ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം അത് കണ്ടുപിടിക്കാനാ ചോദ്യം, ആണല്ലോ? ആണ്. ഇനി ഇയാൾ ആകെ സഞ്ചരിച്ച ദൂരം എയിൽ നിന്ന് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് വന്നു. അയാൾ ആകെ സഞ്ചരിച്ച ദൂരം 2D ആണ്. ഡി പ്ലസ് ഡി 2D ആണ് ആകെ സഞ്ചരിച്ച ദൂരം. സ്പീഡ് ആവറേജ് എന്നത് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു എന്ന് പറയുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 2AB/A+B അല്ലെ 2S1S2/S1+S2 എന്നൊക്കെ പറഞ്ഞ് ആവറേജ് സ്പീഡിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ആവറേജ് സ്പീഡ് ആവറേജ് എന്നുള്ളത് 2AB/A+B ആണ്. 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 30, ബി എന്ന് പറഞ്ഞാൽ 50, A+B എന്ന് പറഞ്ഞാൽ 80. ഓക്കെ, ഇൻറ്റു ടൈം നമുക്കറിയത്തില്ല. ഒന്നുകൂടെ പറയാം, ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വന്നു എന്ന് പറയുന്ന കേസിൽ രണ്ട് തുല്യ ദൂരങ്ങൾ വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുന്ന കേസിൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 2AB/A+B അല്ലെ 2S1S2/S1+S2. ഇതാണ്, ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണേ? ആണ്. ഇനി ഇത് സോൾവ് ചെയ്താൽ മതിയല്ലോ മക്കളെ. ഇത് സോൾവ് ചെയ്യുമ്പം ഈ രണ്ടും തട്ടിക്കളഞ്ഞു, ആണോ? ഈ നമുക്ക് 0 ഈ 0 കൂടെ അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ അല്ലേ? ഈ 8ഉം ഈ 30ഉം കൂടെ വെട്ടിക്കളയാം. ഇത് 15 എന്നും ഇത് 4 എന്നും കിട്ടും അല്ലേ? ബാക്കി എന്തുണ്ട്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഓക്കെ 15 ഇൻറ്റു 5 75/4t എന്ന് കിട്ടും. 75/4t. അതായത് ദൂരം എയും ബിയും തമ്മിലുള്ള അകലം 75/4t എന്നാണ് കിട്ടുന്നത്. ഇനി ഇതിൽ ഓപ്ഷനിൽ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നതെന്ന് നോക്കി ഉത്തരമായി. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 75/4ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഡി കിട്ടുന്നത്? നിങ്ങൾ നോക്കിക്കേ. ഞാൻ ഡി 75 എന്ന് സെലക്ട് ചെയ്താൽ ഡിസ്റ്റൻസ് 75 ആണെങ്കിൽ 75 ഈക്വൽ ടു 75/4 ഇൻറ്റു ടി എന്ന് വരും അല്ലേ? ഇതും വെട്ടിപ്പോവും. ടി ഈസ് ഈക്വൽ ടു 4 മണിക്കൂർ എന്ന് കറക്റ്റ് കിട്ടും. അപ്പോൾ ഡി 75 എടുത്താൽ മാത്രമേ എനിക്ക് ടൈം ഒരു കറക്റ്റ് വാല്യൂ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചേരുന്ന ഓപ്ഷൻ ഏതാ? 75 ആണ്. അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതല്ലാതെ ഉത്തരം കണ്ടുപിടിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അതായത് ഈ ഡി ഈസ് ഈക്വൽ ടു 75/4t എന്ന് കിട്ടി, ആണല്ലോ? ഇനി ഡിയുടെ സ്ഥാനത്ത് ഡിസ്റ്റൻസ് 75 എന്നുള്ളത് എടുത്താൽ മാത്രമേ 75 വെട്ടിപ്പോയിട്ട് ടൈം 4 മണിക്കൂർ എന്ന് കറക്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് 75 ആണ് ഇതിലുള്ളതിൽ ചേരുന്ന ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ മാത്രമേ ഈ കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടി വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതേ പാറ്റേൺ ഒരു ചോദ്യവും കൂടെ തൊട്ടപ്പുറത്ത് അതേ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിന് അടുത്ത ഫേസിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ? നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ദേ അടുത്ത ചോദ്യം. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ് 40 km/h വേഗതയിൽ. ഓക്കെ, യെസ്. തിരിച്ച് വന്നത് 60 km/h വേഗതയിലാണ്. ഓക്കെ, ഇനി പറഞ്ഞേക്കുവാണ് എങ്കിൽ ഈ യാത്രയിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര? ശരി, സോൾവ് ചെയ്യാം. നമുക്കറിയാം ഈ എയും ബിയും തമ്മിലുള്ള അകലം ഡി കിലോമീറ്റർ എന്നെടുത്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആകെ സഞ്ചരിച്ച ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ആവറേജ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം, ഇവിടെ ആവറേജ് സ്പീഡ് എടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡി പ്ലസ് ഡി 2D ആണ് ഈസ് ഈക്വൽ ടു സ്പീഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ 2AB/A+B 2S1S2/S1+S2 അല്ലേ? 2 ഇൻറ്റു S1 40, S2 60, S1+S2 100 അല്ലേ? ഇൻറ്റു ടി അറിയില്ല. ഈ രണ്ടും വെട്ടിപ്പോയി. ഓക്കെ,
ഈ 0 ഈ 0 ഈ 0 ഈ 0 പോയി. ബാക്കി d ഈസ് ഈക്വൽ ടു 6 4 24t എന്ന് കിട്ടും. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് എന്ന് മനസ്സിലാക്കാം. അല്ലേ? 24ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരേ ഒരു സംഖ്യ ഓപ്ഷനിലുള്ളൂ, അത് 72 ആണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് 72 ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചേരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഡിയുടെ സ്ഥാനത്ത് 72 വന്നാൽ മാത്രമേ ഈക്വൽ ടു 24t എന്ന് എഴുതുമ്പം ഇതും വെട്ടിപ്പോയിട്ട് t 3 മണിക്കൂർ എന്ന് കറക്റ്റ് ഒരു പൂർണ്ണസംഖ്യയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ചേരുന്ന ഓപ്ഷൻ 72 ആണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ പിന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കണം. തന്നിരിക്കുന്ന വെച്ച് ഇങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം. മക്കളെ, ടൈം കാണാനല്ലേ ക്വസ്റ്റ്യൻ. ടൈം കാണാൻ ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ ഇക്വേഷൻ. ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടല്ലോ 80, സ്പീഡ് തന്നിട്ടുണ്ടല്ലോ 120. വെട്ടിക്കളയുമ്പം 40 വെച്ച് വെട്ടിക്കളയുമ്പം 2/3 എന്നല്ലേ വരുന്നേ. സോ 2/3 അവർ എന്നല്ലേ കിട്ടുന്നേ. കാരണം ഡിസ്റ്റൻസ് ഞാൻ കിലോമീറ്ററും സ്പീഡ് ഞാൻ കിലോമീറ്റർ പെർ അവറിലും എടുത്താൽ എനിക്ക് ടൈം അവറിലേ കിട്ടുള്ളൂ. ഓപ്ഷൻ മിനിറ്റിലല്ലേ കിടക്കുന്നേ. അപ്പോൾ അവറിൽ കിട്ടിയ 2/3നെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 60 ചെയ്യണം. ആണോ മക്കളെ? അപ്പോൾ ഇതും കൂടെ വെട്ടിപ്പോയി നമുക്ക് 20 എന്ന് കിട്ടും. ആൻസർ 40 മിനിറ്റ് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ശരി, സിമ്പിൾ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം. ഒരാൾ ഓഫീസിലേക്ക് 35 കിലോമീറ്റർ വേഗത്തിൽ പോകുന്നു, തിരിച്ച് 15 കിലോമീറ്റർ വേഗത്തിലും. 2 യാത്രയ്ക്കും കൂടെ ആകെ 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ വീടും ഓഫീസും തമ്മിലുള്ള അകലം. ഓക്കെ, നമുക്കറിയാം, ഒന്ന് വരയ്ക്കാം. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു മക്കളെ? ഓഫീസിലേക്ക് പോകുന്നു. ആദ്യം പോയത് എങ്ങനെയാ? 35 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. തിരിച്ചു വന്നത് എങ്ങനെയാ മക്കളെ? 15 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്, അല്ലേ? 2 യാത്രയ്ക്കും കൂടെ ആകെ വേണ്ടി വന്നത് 4 മണിക്കൂർ സമയമാണ് എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ വീടും ഓഫീസും തമ്മിലുള്ള അകലം എത്രയാണ് ചോദ്യം. ഓക്കെ, മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ്, അയാൾ ആകെ സഞ്ചരിക്കുന്ന ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ആകെ സഞ്ചരിച്ച ദൂരം ഈക്വൽ ടു സ്പീഡ് ആവറേജ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ സ്പീഡ് ആവറേജ് ഇൻറ്റു ടൈം. ഓക്കെ, ഈ ദൂരം വീടും ഓഫീസും തമ്മിലുള്ള അകലം d കിലോമീറ്റർ എന്നെടുത്താൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2d എന്ന് കിട്ടും. d + d 2d ഈക്വൽ ടു സ്പീഡ് ആവറേജ് സ്പീഡ് 2ab/a+b ആണേ. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മുമ്പേ പറഞ്ഞു ഓൾറെഡി. സോ 2ab എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് 35, b എന്ന് പറഞ്ഞാൽ 15, a+b 2ab/a+b 50 ആണോ, ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറാന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ശരി, ഈ രണ്ടും തട്ടിക്കളഞ്ഞു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ 4ഉം ഈ 2 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 തവണ, ഇത് 25 തവണ. ഓക്കെ, 25ഉം 15ഉം 5 വെച്ച് വെട്ടിക്കളയാം. ഇത് 5 തവണ, ഇത് 3 തവണ. 5ഉം 35ഉം 5 വെച്ച് വെട്ടിക്കളയാം. ഇത് 7 തവണ, അല്ലേ? 7 6 42 കിലോമീറ്റർ എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. 7 × 3 × 2 7 × 6 അല്ലേ? 42 കിലോമീറ്റർ എന്നാണ് ചോദ്യത്തിന് ആൻസർ കിട്ടുന്നത്. ചെയ്തതിൽ സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ ഇപ്പോഴും ഒന്നും കൂടെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ് അല്ല ഇത്. ഓൾറെഡി ആ ക്ലാസ് കിട്ടിയിട്ടുള്ളവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ്. അപ്പോൾ എന്താണ് ആവറേജ് സ്പീഡ്, അതെങ്ങനെ കണ്ടുപിടിക്കും, ഇതെല്ലാം കൂടെ ഈ ക്ലാസ്സിൽ എനിക്ക് പറയാൻ സമയമില്ല മക്കളെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യെസ്, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ തീർന്നു. 5 ചോദ്യങ്ങൾ നല്ല ചോദ്യങ്ങളായിരുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുന്നത് നമുക്കൊരു പാഷനാണ്, പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങൾക്കും വേണം മോട്ടിവേഷൻ,
അല്ലേ? നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ലൈക്കുകൾ, നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ പ്രോത്സാഹനം ഉറപ്പായിട്ടും കൂടുതൽ നന്നായി ചെയ്യാൻ ഉള്ള ഒരു ഒരു കൂടുതൽ എന്തെങ്കിലും ചെറിയ കുറവുകൾ വീഡിയോകളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ദിവസം വീഡിയോ ഇടാൻ ഒരു മടി വന്നാൽ, നമുക്ക് കുറേ കുട്ടികൾ അതൊത്തിരി ഉപകാരപ്പെടുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് കേൾക്കുമ്പം നമുക്ക് ഒരു രീതിയിലും ഉഴപ്പാൻ തോന്നില്ല. അല്ലെങ്കിൽ എന്നും വീഡിയോ ഇടാൻ കുറച്ചുകൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്തു തരാൻ പറ്റും എന്നൊക്കെ ആലോചിക്കാൻ അത് ഹെൽപ്ഫുൾ ആകും. എൻ്റെ വീഡിയോയിലല്ല, നിങ്ങളെ എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും നിങ്ങളുടെ ചെറിയ ഒരു തമ്പാണെങ്കിലും, നിങ്ങളുടെ ഒരു ലൈക്ക് ആണെങ്കിലും, നിങ്ങളുടെ ഒരു കമൻ്റ് ആണെങ്കിലും കൂടുതൽ നന്നായി പഠിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ എനിക്കെന്നല്ല, ഇങ്ങനെ എഫേർട്ട് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹനം നൽകാൻ മടിക്കരുത്, മറക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ മക്കളെ, താങ്ക് യു.